വേണ്ട വേണ്ട, താടിക്കാരനും പെണ്ണും പിള്ളയും കൂടെ കൊച്ചിനെയും കൊണ്ട് വെച്ചുകൊണ്ട് നിൽക്കണ കണ്ട നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്നു നിൽക്കാണ്. താടിക്കാരനും സൂസന്നെയും ഹലോ ഇങ്ങനെയൊക്കെ പറയാല്ലേ. ക്ഷമിക്കും, നാട്ടുകാരൊക്കെ ക്ഷമിച്ചോളൂ. ഈ ശബ്ദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഐഡന്റിറ്റി ആയി മാറിക്കഴിഞ്ഞല്ലേ. അതെ അതെ, അത് ഭയങ്കര രസമാണ്. താടിയും താടി എടുത്ത് കാണണമെന്ന് ഇടയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് സൂസൻ പറയുന്നുണ്ട്. നടപടിയുള്ള കാര്യമല്ല. അല്ല, ഇനിയിപ്പോ ഐഡന്റിറ്റിയിൽ പെട്ടുപോയി. അതെ അതെ, അതാണ്ട് ഇതിന്റെ പേര് ഹെവൻലി സൂസൻ താടിക്കാരൻ. അതെ അതെ അതെ, ആ പേര് ഇങ്ങനെ എത്തിയത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഹെവൻലി സൂസൻ താടിക്കാരൻ, ഉറക്കമാണ്. അതെ അതെ, ഓ അടിപൊളി. പൊതുവെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി. കടുത്ത ശബ്ദം കേട്ടിട്ട് അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കും. നമുക്കകത്തിരുന്നാലോ. താടിക്കാരനും സൂസമ്മയും ഹെവൻലി സൂസമ്മ താടിക്കാരൻ, അങ്ങനെയല്ലേ പേരിട്ടിരിക്കുന്നത്? സൂസൻ താടിക്കാരൻ. ഓ സൂസൻ താടിക്കാരൻ. ഓക്കെ, 3 പേരാണോ ഉള്ളത്? നമസ്കാരം. കുഞ്ഞിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം നമുക്ക്. എങ്ങനെയാ ഉറക്കമൊക്കെ ഇപ്പൊ? ഉറക്കം ഇപ്പൊ റെഡി ആയിട്ട് വരുന്നു. പക്ഷെ ആളെ 2 അമ്മച്ചിമാരും എന്റെ മമ്മിയും അച്ഛന്റെ മമ്മിയും നന്നായിട്ട് എടുത്തോണ്ട് നടന്ന് ശീലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാനും എടുത്തോണ്ട് നടക്കണം എന്നൊരു വാശിയുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇത് മാറ്റിക്കൊണ്ട് വരുന്നു. അപ്പൊ ഇപ്പൊ പകലാണ് ഉറക്കം അല്ലേ? ഇപ്പൊ പകല ഉറക്കം. രാത്രിയിൽ ഒരു 2 മണി തൊട്ട് ഒരു 5 മണിയാവും വരെ ഇച്ചിരി പാടാ. ഒന്ന് എടുത്തോണ്ട് നടക്കണം. ഒന്ന് നമ്മൾ കൊണ്ട് അതിലോട്ട് ക്രിബിലോട്ട് കൊണ്ട് കിടത്തുന്ന ഉടനെ പിന്നെ ഈ കൈ ഇങ്ങനെ നീട്ടി എഴുന്നേക്കാൻ. ആ സമയത്തായിരുന്നു എന്റെ ഞങ്ങളുടെ 2 പേരുടെ മദേഴ്സ് എടുത്തോണ്ടിരുന്നേ. അതുകൊണ്ട് ആ സമയത്ത് ആരെയും ഒന്ന് സ്നേഹിക്കണം, ഒന്ന് എടുത്തോണ്ട് നടക്കണം, ഒരു ചൂടൊക്കെ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം. 5 കറക്റ്റ് ഉറങ്ങിക്കോ. ഈ കുഞ്ഞു വന്നപ്പോ എന്താണ് മാറ്റം വന്നത് ശരിക്കും? എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇന്നുവരെ പാമ്പർ മാറ്റിയിട്ടില്ല, ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് എല്ലാ ദിവസവും തന്നെ ഷൂട്ടുണ്ട്. അപ്പൊ ഈ രാത്രി ഞാൻ ഉറക്കളച്ചാൽ ഷൂട്ട് മുടങ്ങും, വരുമാനം കട്ടാവും. അതുകൊണ്ട് ദിവസം ഇപ്പൊ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്, ഞാൻ രാവിലെ ഷൂട്ടിനങ്ങ് പോവുക എന്നുള്ള രീതിയായിപ്പോ. ഒരു കാര്യത്തിൽ മാറ്റമുണ്ട്. ഭയങ്കര ഗാംഭീര്യത്തിലുള്ള ശബ്ദമുള്ള ഒരു മനുഷ്യനെ കൊച്ചിനെ കൊഞ്ചിക്കുന്നതിന് ഇമാജിൻ ചെയ്തത് അതൊരു ഭയങ്കര മാറ്റമാണ്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. സൂസൻ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാ പറയാ? അച്ഛൻ ഇവിടെ കുഞ്ഞാപ്ലിക്കേഷൻ എന്നാ വിളിക്കുന്നത്. കുഞ്ഞാപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കും. ഞാൻ ഇങ്ങനെ വിചാരിക്കും അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാന്ന്. ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് കുഞ്ഞു വരുമ്പോ അതിനെ കുഞ്ചിക്കുന്നത് ഭയങ്കര സീരിയസ്നെസ് ഒക്കെ നമ്മൾ വീഡിയോയിലല്ലേ. അത് ഞാൻ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതാണ് ഒരു വലിയ മാറ്റം. അപ്പൊ ഇവിടെ കൊഞ്ചലൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കൊഞ്ചിൽ കിട്ടിയാലും മറ്റേ കൊച്ചു പിള്ളേരെ കൊഞ്ചിക്കുന്നത് വേറെ കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും. അപ്പൊ അതിപ്പോ കാണുമ്പോ ഒരു രസം അതുണ്ട്. പിന്നെ അച്ഛൻ ഒരു ഭയങ്കര എന്താ പറയാ അത്യാവശ്യമാണെങ്കിൽ മാത്രം പൈസ ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വെറ്റ് വൈപ്സ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഒരു വർഷത്തേക്കുള്ളത് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. കുഞ്ഞു വന്നപ്പോഴത്തേക്കും ഒന്നിനും ഒരു കുറവ് വരരുത് എന്നുള്ള ആ ഒരു സാധനം, അങ്ങനെയൊക്കെ ഒരു ചിന്ത, അതൊക്കെ ഒരു ഡിഫറെന്റ് അച്ഛയുടെ ഒരു ഡിഫറെന്റ് ഇതാണ്. അച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ എന്റെ ആവശ്യത്തിന് വെറ്റ് വൈപ്സ് ആണെങ്കിൽ അച്ഛൻ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിച്ചോളൂ. ഇതൊക്കെ ഭയങ്കര മാറ്റങ്ങളാണല്ലോ കുഞ്ഞു വരുമ്പോ. അത് ഒരു ഫാദർ ഹാർട്ട്, അത് ഡിഫറെന്റ് ആണല്ലോ. ഈ കയ്യിൽ കിട്ടുമ്പോ നമുക്ക് തോന്നുന്ന ഫീൽ ഉണ്ട്. അതെന്തായിരുന്നു ശരിക്കും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാ. കാര്യം അത് ഇപ്പം ഭാര്യ, ഗേൾഫ്രണ്ട്, അവരോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ മിക്സ് ആയിട്ടാണ്. അതായത് ലവ്, ലസ്റ്റ് എല്ലാം ഉണ്ടാവും. പക്ഷെ മകൾ, പ്രത്യേകിച്ച് ഒരു അപ്പന് മകളെന്ന് പറയുന്നത് കിട്ടുന്നത് പ്യോർ ലവ് ആണ്. അത് ഒരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ കയ്യിലോട്ട് കിട്ടുന്ന മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒന്നുമില്ല, കംപ്ലീറ്റ് ഒക്കെ ബ്ലാങ്ക് ആയിപ്പോയി. കുഞ്ഞിന്റെ മുഖം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്നൊരു പ്രശ്നമില്ല. എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി ആരും കണ്ടിട്ടുമില്ല. പക്ഷെ ഇവളുണ്ടായ അന്ന് ഏണ്ടൊരു 10-15 പ്രാവശ്യം എന്റെ കയ്യിലിരുന്ന എല്ലാ സാധനവും പടപടപടേന്ന് വീടോട്ടിരിക്കായിരുന്നു. അത്രയും ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. ഫോൺ താഴെ വീഴത്തില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ 2 ഫോണും താഴെ വീണു എന്ന്. അപ്പൊ അത് അങ്ങനെ വീഴണം എന്നുണ്ടെങ്കിൽ അതുപോലെ മൈൻഡ് അങ്ങ് കംപ്ലീറ്റ്ലി ഇതിൽ ഫോക്കസ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴും പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഇതുപോലെ ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു. അത് ഈ ബാക്കിൽ നട്ടലിന് ഇഞ്ചക്ഷൻ തന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇഫക്റ്റ് പോയി കഴിയുമ്പോൾ ഒരു തണുപ്പ് ബോഡിക്ക് വരും. അപ്പൊ ആ തണുപ്പ് ബോഡിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ യൂഷ്വൽ ഷിവറിങ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അച്ഛൻ അത് പേടിച്ചു. ബിക്കോസ് അതിന് മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഷിവറിങ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഷിവറിങ് കണ്ടിട്ടുള്ളത് അതുപോലെ എന്തെങ്കിലും ആണോ
എന്ന് പുള്ളി ഒന്ന് പേടിച്ചു. അതുകൂടെ പേടിച്ചപ്പോൾ പെട്ടെന്ന് കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞു. അതായത് ICU-ക്കകത്തോട്ട് കൊണ്ടുവയ്ക്കോളാൻ എല്ലാവരും കാണാൻ വരുമ്പോഴും അച്ഛനെ കൊണ്ടുവയ്ക്കോ. പിന്നെ അവർ വാമർ വെച്ച് പിന്നെ അവിൽ പെട്ടെന്ന് കയ്യിൽ കയറ്റി പെട്ടെന്ന് അതങ്ങ് മാറി. 15 മിനിറ്റ്സിനുള്ളിൽ അത് റെഡിയായി. അത് എല്ലാവർക്കും വരുന്ന അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് ആ സമയത്ത്. ഈ പുള്ളി കണ്ടതുപോലെയല്ല, നമ്മള് അത്ര ബോധം ഉണ്ടാവില്ല കാണുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് ഫീലിംഗിലൊക്കെ എന്തായിരുന്നു കുഞ്ഞിനെ കാണുമ്പോൾ ഉള്ളൊരു? എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഫുൾ ബോധത്തിലായിരുന്നു ഞാൻ. ഫുൾ ബോധത്തിലായിരുന്നു. ഡോക്ടേഴ്സ് മുഴുവൻ അടിപൊളി ടീം ഡോക്ടേഴ്സാണ്. ത്രൂ ഔട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഇൻസ്റ്റഗ്രാമിൽ എത്രയും ഫോളോവേഴ്സ് ഒക്കെ C-സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. സോ നമ്മൾ ആസ് യൂഷ്വൽ ഒരു സോഫയിൽ ഇരിക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു ടീം ഭയങ്കര കിടിലായിരുന്നു. എത്രയും വർത്താനം പറഞ്ഞെങ്കിൽ അവർ ജോലിയിൽ ഒരു നിമിഷം പോലും അവരുടെ ശ്രദ്ധ പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിനെ എടുത്ത ഉടനെ തന്നെ അവൾ കരഞ്ഞു. സോ പ്രോപ്പർ ക്രൈയിങ്ങിലൂടെ തന്നെയാണ് അവൾ പുറത്തു വന്നത്. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് കാണിച്ചു, ഒരു കിസ് കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ഗ്ലിംസേ കിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കൂ, അവളെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നിടത്തോട്ട് ഇങ്ങനെ നോക്കൂ, ഒന്നുകൂടെ കിട്ടുമോ എന്നുള്ളത്. പിന്നെ അപ്പോഴത്തേക്കും അവര് പിന്നെ C-സെക്ഷൻ കഴിഞ്ഞു. പിന്നെ അത് തിരിച്ച് തുന്നുന്ന എല്ലാ പരിപാടികളുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ICU പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു യെല്ലോയിഷ്നെസ് ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ NICU കിടത്തേണ്ടി വന്നു ഒരു 3 days. അപ്പൊ ആ NICU നമ്മളെ ആ ഫസ്റ്റ് ഡേയിൽ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, ICU-ലായിരുന്നു. ആ സമയം കൊണ്ട് അച്ഛ കയറി കണ്ട് അച്ഛൻ ഇവളുമായിട്ട് അങ്ങ് കൂട്ടായി. അപ്പൊ ഇവള് ചിന്തിക്കും ഒരു തള്ളയുണ്ടായിരുന്നില്ല, അത് എന്ത് ചെയ്യാൻ. C-സെക്ഷനിലുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ അതാ. എന്റെ ഓപ്പോസിറ്റ് കിടന്ന കൊച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ചിരിക്കുക കുഞ്ഞിനെ കാണാൻ. എപ്പോഴാ പോകുന്നതെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് കിടക്കുമ്പം. ആ കൊച്ചു ചോദിക്കുന്നത് എപ്പോഴാ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുന്നത്, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ട് തരുവോ എന്നൊക്കെ ചോദിക്കുന്നത്. C-സെക്ഷനിൽ അങ്ങനെ ഒരു ഇതുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് നേരെ കൊച്ചിനെ കയ്യില് സൈഡിൽ കൊണ്ടാ തരും. അപ്പൊ അതൊരു ഭയങ്കര ഇതായിരുന്നു. ഗ്ലിംസേ കിട്ടിയുള്ളൂ. ഇവർക്കൊക്കെ ഒത്തിരി കാണാൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോ ഇവളെ ഞാൻ എടുത്തു. ഇങ്ങനെ NICU പോയി എടുത്തപ്പോഴത്തേക്ക് ഇവള് മുഖം ഇങ്ങനെ തിരിച്ചു കളഞ്ഞു. ഫുൾ സിസ്റ്റേഴ്സ് ചിരിയായിരുന്നു അവിടെ ഇരുന്ന്. പെട്ടെന്ന് തന്നെ അവൾ പാല് കുടിക്കാൻ എനിക്ക് കാണണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ തല തിരിച്ചു. ഫുൾ ടൈം ഒരു അരമണിക്കൂർ ഇങ്ങനെ തല തിരിച്ചു തന്നെയായിരുന്നു. പാല് കുടിക്കത്തില്ല, മിണ്ടത്തില്ല, അടുത്ത് വരത്തില്ല. പിന്നെ ഇങ്ങനെ മിണ്ടാതെ കിടക്കുമായിരുന്നു. സെക്കൻഡ് ടൈം പോയിട്ട് പൊന്നേന്നൊക്കെ വിളിച്ച് കയ്യിലൊക്കെ എടുത്ത് ഒന്ന് താലോലിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സ്നേഹം വന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം ഒരു ഭയങ്കര ഇതായിരുന്നു. ഇത് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുമ്പോഴും ഭയങ്കര വേറെ ഫീൽ ആയിരിക്കും. അത് അവിടെ വേറെ നമ്മൾ ഈ ലെവലൊക്കെ അങ്ങ് കടക്കും, വേറെ ലെവലിലേക്ക്. ഇതിപ്പോ ഇപ്പോഴത്തെ ലെവലല്ല. അതെ അതെ. ഈ വൈകിയാണല്ലോ ഇയാള്, ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ച് വൈകി. അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഫിഗേഴ്സിനെ എല്ലാവരും ഇങ്ങനെ മോണിറ്റർ ചെയ്യും. അതെന്തേ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പ്രോബ്ലംസ്, ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾക്ക് ആൾക്കാരുടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മള് ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിൽ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ? ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ സൂസനോടാ വന്നേക്കുന്നത്. എന്റെ മുഖം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നോടാരും